എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഐസ്ബർഗ് അവനങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം ഇത്രയും നാൾ ഐസ്ബർഗ് വിശ്വസിച്ച് അവന്റെ കൂടെ നിർത്തിയവർ തന്നെയാണ് ഇപ്പൊ അവനെ തിരിഞ്ഞു കുത്തിയിരിക്കുന്നത്. അവന്റെ അസിസ്റ്റന്റ്, അവന്റെ കൂടെ വർക്ക് ചെയ്തവര്, അങ്ങനെ എല്ലാവരും CP9 ആൾക്കാരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കട്ട് ചെയ്ത ആ ഫ്രാങ്കി വില്ലൻ അവനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ അന്വേഷിച്ച് ഗോയിൻമറി കപ്പൽ ലക്ഷ്യമാക്കി അങ്ങനെ നടക്കുകയാണ്. കപ്പലിലാണെങ്കിൽ പാവം നമ്മുടെ ഉസോപ്പ് അവൻ ചുറ്റുകയും വടിയും പലകയും ഒക്കെ വെച്ച് ഗോയിൻമറി റിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവന് മനസ്സിലാവും ഞാൻ എത്രയും വേഗം ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. വലിയ മഴക്കാറും കാറ്റും ഒക്കെ അടിച്ചു തുടങ്ങി. അതിനു മുൻപ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ അപകടമാണ്. ഫ്രാങ്കി ആണെങ്കിൽ ഇപ്പൊ നടന്ന് കപ്പലിന്റെ അടുത്തെത്തും. ഉസോപ്പ് കപ്പൽ റിപ്പയർ ചെയ്യുന്ന കണ്ട് ഫ്രാങ്കി പൊട്ടിച്ചിരിക്കും. ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണോ? ഇപ്പൊ തന്നെ ആ വലിയ കാറ്റും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവും. അത് സംഭവിച്ച ഇവന്റെ കപ്പല് തവിട് പൊടിയാവും. വില്ലൻ പറയും നിന്നെ ഇവിടെ വെച്ച് തന്നെ കൊല്ലാൻ പോവാണ്. നിന്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഞാൻ മനസ്സിലാക്കുകയാണ്. ഇനി മുതൽ നിനക്കതൊന്നും ഉണ്ടാവില്ല. അവൻ പേടിച്ച് ഇപ്പോ ആ വില്ലനെ നോക്കി നിൽക്കും. ഒസോപ്പ് പറയും എന്റെ അടുത്തേക്ക് വരരുത്. അടുത്ത് വന്ന ഈ ചുറ്റികയെടുത്ത് നിന്റെ തലയടിച്ച് ഞാൻ പൊട്ടിക്കും. അത് കേട്ടവൻ ചിരിക്കും. അവൻ പറയും ഇപ്പൊ വലിയൊരു സുനാമി ഇവിടേക്ക് വരാൻ പോവാണ്. നിനക്ക് വേണമെങ്കിൽ നിന്നെ ഞങ്ങളെ രക്ഷിക്കാം. ആക്ച്വലി എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നിന്നെ ഹോസ്റ്റേജ് ആക്കി വെച്ച് നിന്റെ ടീം ലീഡർ ആ ലൂഫിയെ അവനെ എനിക്ക് കിട്ടണം. നിന്നെ അടിക്കുന്ന അടിയില് അവന് വേണം വേദനിക്കാൻ. അതിന് ഉസോപ്പ് പറയും നീ എന്നെ അടിച്ചാ എനിക്കല്ലേ വേദനിക്കൂ, അവന് വേദനിക്കില്ലല്ലോ. സോ ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്. കട്ട് ചെയ്താ ഇവിടെ സോറോ അവനാണെങ്കിൽ അവന്റെ 3 സ്ക്വാഡൊക്കെ റെഡിയാക്കി അങ്ങനെ ഒരുപാട് പേരെ അറഞ്ചം പുറഞ്ചം ഫൈറ്റ് ചെയ്ത് അട്ടിച്ച് തെറിപ്പിക്കും. പക്ഷെ അവന്റെ ഫൈറ്റില് ആർക്കും കാര്യമായിട്ടൊന്നും പരുക്ക് പറ്റില്ല. നാമി വിളിച്ചു പറയും സോറോ ഇനി ഫൈറ്റ് ചെയ്ത് നിന്നാ നമുക്ക് റോബിനെ കണ്ടെത്താനാവില്ല. സോ എത്രയും പെട്ടെന്ന് അകത്തേക്ക് പോണെന്ന് പറഞ്ഞ് അവർ സോറയും വിളിച്ച് ഉഷാറായിട്ട് അകത്തേക്ക് ചാടി ഓടും. പക്ഷെ അവർക്ക് 3 പേർക്കും വഴി അറിയില്ല. അവർ 3 പേരും 3 വഴി ചൂണ്ടിക്കാണിച്ച് തർക്കിക്കാൻ തുടങ്ങും. കട്ട് ചെയ്ത ഇവിടെ പൗലിയും ലൂഫിയും അവർ 2 പേരും ആ ചെയിനിൽ കുടുങ്ങിക്കിടക്കാണ്. ലൂഫിയുടെ ബോഡി അത് റബ്ബർ ആയതുകൊണ്ട് തന്നെ അവൻ കഷ്ടപ്പെട്ട് ഫ്ലെക്സിബിളായി ആ ഇരുമ്പ് റാഡിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരി വരാൻ പറ്റുമെന്ന് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. പൗലി ആണെങ്കിൽ അത് കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. ലൂഫി പറയും ഞാൻ റബ്ബർ മാനാണ്. എന്റെ ഈ ഒരു കഴിവും പവറും അത് സൂപ്പർ അല്ലേ, നീ ശരിക്കും ഞെട്ടിപ്പോയില്ലേ? അതിന് പൗലി പറയും നീ കൂടുതൽ ഞെട്ടിക്കരുത്, എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ഐസ്ബർഗിന് അവനൊന്നും സംഭവിക്കാൻ പാടില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത CP9 ടീം അവര് വീണ്ടും ആ മാപ്പ് അതിനെക്കുറിച്ച് ചോദിക്കും. ഐസ്ബർഗിനാണെങ്കിൽ എന്താ പറയണ്ടേ എന്താ ചെയ്യണ്ടേ എന്നൊന്നും അറിയില്ല. ആക്ച്വലി CP ടീം അത് ലോകത്ത് മുഴുവനായും 9 ടീമുകളുണ്ട്. അതിൽ 9ാമത്തെ ടീമാണ് ഇപ്പൊ ആളുടെ മുൻപിൽ നിൽക്കുന്ന ഈ ഒരു ടീം. ഉടനെ ഐസ്ബർഗ് ആള് പറയും ആക്ച്വലി CP9 ടീം അതൊരു നോൺ എക്സിസ്റ്റിംഗ് ടീമാണ്. നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ടും ഗവൺമെന്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ, എന്നെ കൊന്നതുകൊണ്ട് മാത്രം നീതി, നന്മ, സത്യം ഇതൊന്നും നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല. അതിനവര് പറയും ഗവൺമെന്റിന്റെ പ്ലാന് അത് മറ്റൊന്നാണ്. നിന്റെ കയ്യിലുള്ള ആ ഒരു സ്കെച്ച് അതുപയോഗിച്ച് ആ വലിയ വെപ്പൻ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ലോകത്തുള്ള പൈററ്റ്സിനെ മുഴുവൻ കൊന്ന് സമാധാനം മാത്രം നിലനിൽക്കുന്ന നല്ലൊരു ലോകം സൃഷ്ടിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ പ്ലാൻ. അതിനുവേണ്ടിയാണ് ഗവൺമെന്റ് ഒരുപാട് വട്ടം ആ പ്ലൂട്ടോൺ ക്രിയേറ്റ് ചെയ്യാൻ നിന്റെ അടുത്ത് വന്ന് കെഞ്ചിയത്. പക്ഷെ ഒരു തവണ പോലും നീ അത് കേൾക്കാനോ അംഗീകരിക്കാനോ തയ്യാറായില്ല. ഒരു നല്ല നാളേക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. ആ പ്ലൂട്ടോൺ ക്രിയേറ്റ് ചെയ്ത് എല്ലാ പൈററ്റ്സുകളെയും ഇല്ലാതാക്കണം. എന്ത് വില കൊടുത്തും ജനങ്ങൾക്ക് സമാധാന അന്തരീക്ഷം അത് കൊടുക്കണം. അതിന് ഐസ്ബർഗ് ദേഷ്യപ്പെട്ടു പറയും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിന് ഞാൻ സമ്മതിക്കില്ല. ആ ഒരു വെപ്പന് ഒരുപാട് പവറുണ്ട്. അതിവിടേക്ക് വീണ്ടും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിന്റെ പവർ സ്വന്തമാക്കാൻ പലരും ശ്രമിക്കും. അത് പിന്നീട് വലിയ വിപത്തിലേക്ക് നയിക്കും. മനുഷ്യന്റെ നേച്ചർ അതാണ്. പവറിനു വേണ്ടി അവർ സ്വാർത്ഥരാകും. അത് കേട്ടാൽ ഒച്ചി അവൻ കൈ നീട്ടി ഐസ്ബർഗിന്റെ മുഖത്ത് ആഞ്ഞൊരൊറ്റ അടി. അക്കു ആണെങ്കിൽ ഐസ്ബർഗിന്റെ ബ്ലഡ് പ്രഷർ അത് ചെക്ക് ചെയ്യും. അതിനുശേഷം ഐസ്ബർഗിനോട് പറയും നിന്നോട് ഞങ്ങള് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടില്ല എങ്കിൽ നിന്റെ ബ്ലഡ് പ്രഷർ അത് കുറേശ്ശെ കൂട്ടി നിന്നെ കൊന്നുകളയും. അതുമാത്രമല്ല നിന്റെ ബ്ലഡ് പ്രഷർ അതുപയോഗിച്ച് നീ സത്യമാണോ കള്ളമാണോ പറയുന്നതെന്നും ഞങ്ങളെ കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗ്രാൻഡ്മ
ആളിപ്പോഴും നല്ല രീതിയിൽ വെള്ളമൊക്കെ അടിച്ച് അങ്ങനെ ഹായായിട്ട് നടക്കും. ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ വഴി നീളെ തുള്ളിച്ചാടി ഡാൻസ് ഒക്കെ കളിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് സിറ്റിയിലേക്കുള്ള കാറ്റിന്റെ പവർ അത് കൂടാൻ തുടങ്ങിയിരിക്കുന്നു. കുഞ്ഞിപ്പെണ്ണ് അവൾ ഗ്രാൻഡ്മയോട് പറയും, നിങ്ങൾ ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ബോധം നശിക്കും. അങ്ങനെ വന്ന ഈ ഒരു വലിയ സുനാമിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. സോ ദയവ് ചെയ്ത് ഇങ്ങനെ വെള്ളം അടിക്കരുത്. അതിനാ ഗ്രാൻഡ്മ പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എത്ര വെള്ളം അടിച്ചാലും എന്റെ തലയ്ക്ക് ഫുൾ കിക്ക് ആവുന്നുമില്ല. ഞാൻ ഓരോ സെക്കൻഡും വളരെ വിജിലന്റ് ആയിരിക്കുന്നു പറഞ്ഞ് ആള് വീണ്ടും വീണ്ടും അത് മുഴുവനായിട്ടും കുടിച്ചു വറ്റിക്കും. കട്ട് ചെയ്താ ഇവിടെ ഐസ്ബർഗിനെ കെട്ടിയിട്ട് ആ വില്ലൻ അവൻ ഐസ്ബർഗിന്റെ പൾസ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വില്ലൻ പറയും, ഉറപ്പായിട്ടും നീ ആ സ്കെച്ച് അതവിടുന്ന് മാറ്റിയിട്ടുണ്ടാവും. കാരണം ഓൾറെഡി ഇപ്പൊ വലിയ സുനാമി വരാൻ പോവാണ്. അതെവിടെയെങ്കിലും സേഫ് ആക്കി വെക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇവിടെ പരുക്ക് പറ്റി ബെഡ് റെസ്റ്റിൽ കിടക്കുന്ന നിനക്ക് അത് മാറ്റാനായിട്ട് കഴിയില്ല. സോ ആ ഒരു നിയോഗം നീ മറ്റാരെയോ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐസ്ബർഗ് ആണെങ്കിൽ അതൊന്നും കേട്ട് മിണ്ടില്ല. പക്ഷെ അവന്റെ ഹാർട്ട് ബീറ്റ് അതങ്ങനെ കൂടാൻ തുടങ്ങും. അത് കേട്ട് ആ അസിസ്റ്റന്റ് പെണ്ണ് അവള് പറയും, ഇവൻ ഒരു കാരണവശാലും സാധാരണക്കാരായ ആരുടെയും കയ്യില് ആ ഒരു സ്കെച്ച് ഏൽപ്പിക്കില്ല. മറിച്ച് ഷിപ്പ് ബിൽഡിംഗ് സ്കില്ല് അതുള്ളവർക്ക് മാത്രമേ അത് കൊടുക്കാനായിട്ട് ചാൻസ് ഉള്ളൂ. അത് പറയുമ്പോ ഐസ്ബർഗിന്റെ ഹാർട്ട് ബീറ്റ് അത് വീണ്ടും ഇപ്പൊ റേസപ്പ് ആവും. അവർക്ക് പിടികിട്ടും അതിലെന്തോ സത്യമുണ്ട്. അവരാണെങ്കിൽ ഐസ്ബർഗ് വെച്ച ആ ഫേക്ക് ബ്ലൂ പ്രിന്റ് അത് ഓപ്പൺ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യും. അപ്പൊ അവരതില് ചില ആർക്കിടെക്ചേഴ്സിന്റെ സൈനൊക്കെ കാണും. ടോം, ഐസ്ബർഗ്, കട്ടിഫോം ഇവർ 3 പേരും ടോം വർക്ക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ ചോദിക്കും, ഇതുപോലൊരു ഫേക്ക് പേപ്പർ ഉണ്ടാക്കി ഞങ്ങളെ പറ്റിക്കാമെന്ന് കരുതിയോ? നിങ്ങൾ 3 പേരും വർക്ക് ചെയ്തിരുന്ന ആ ഒരു കമ്പനി അത് നമ്പർ 1 കമ്പനിയാണ്. മാത്രമല്ല ആ കമ്പനിയെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. അതിൽ ആരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഔട്ട്പുട്ട്സ് ഉണ്ടായിട്ടുണ്ട് എന്നൊന്നും ഒരു ഐഡിയയും ഇല്ല. ഐസ്ബർഗ് ആക്ച്വലി ടോമിന്റെ സ്റ്റുഡന്റ് ആണ്. ഗവൺമെന്റിന്റെ ഇൻഫർമേഷൻ പ്രകാരം ടോമിന് 2 സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. ടോമിന്റെ ആദ്യത്തെ ശിഷ്യനാണ് കട്ടിഫ്ലം. പക്ഷേ അവൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് വന്നത്. പക്ഷേ മരിച്ച അതേ കട്ടിഫ്ലം അവൻ 2 വർഷങ്ങൾക്ക് മുൻപ് ഐസ്ബർഗിനെ കാണാൻ അവന്റെ അടുത്തേക്ക് വന്നു. ആ സമയത്ത് അസിസ്റ്റന്റ് പെണ്ണ് കാലിഫ അവൾ അവനെ കണ്ട് ഷോക്കായി പോവും. മരിച്ചുപോയി ഇവനെങ്ങനെ ഇപ്പൊ ജീവനോട് കൂടെ തിരികെ എത്തി? പക്ഷെ അന്ന് ഐസ്ബർഗ് കട്ടിഫ്ലമിനെ മീറ്റ് ചെയ്യാൻ തയ്യാറായില്ല. സോ ഇപ്പോഴും കട്ടിഫ്ലം അവൻ ഈ സിറ്റിയിൽ തന്നെ ജീവിച്ചിരിപ്പുണ്ട്. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഫ്രാങ്കി. അവരത് പറയുമ്പോഴേക്കും ഐസ്ബർഗിന്റെ ഹാർട്ട് ബീറ്റ് അത് നല്ല രീതിയിൽ കൂടും. ആക്ച്വലി അവന്റെ കയ്യിലാണ് ആ ഒരു ബ്ലൂ പ്രിന്റ് അതുള്ളത്. ഐസ്ബർഗ് തന്നെയാണ് ആരും അറിയാതെ കട്ടിഫ്ലം എന്ന അവന്റെ പേര് അത് ചേഞ്ച് ചെയ്യാനായി അവനോട് ആവശ്യപ്പെട്ടത്. ഐസ്ബർഗ് ആണെങ്കിൽ അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം അവരുടെ ഇൻവെസ്റ്റിഗേഷൻ അതിപ്പോ കംപ്ലീറ്റ് ആയിരിക്കുന്നു. സത്യമൊന്നും ഐസ്ബർഗ് പറയാതെ തന്നെ അവര് കണ്ടുപിടിച്ചു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നാമി, സോറോ, ചോപ്പർ അവര് 3 പേരും ഓടി ഓടി ഐസ്ബർഗിന്റെ റൂമിന്റെ തൊട്ട് മുൻപിലെത്തും. ചോപ്പറിനാണെങ്കിൽ ആ റൂമിന്റെ തൊട്ടടുത്ത് എത്തുമ്പോൾ തന്നെ മനസ്സിലാവും റൂമില് ഒരുപാട് പേരുണ്ടെന്ന്. നാമി സോറയോട് പറയും, ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ആ ഡോറ് അത് ചവിട്ടി പൊളിക്ക്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് പൗലിയും ലൂഫിയും അവർ 2 പേര് രക്ഷപ്പെട്ട് ഇപ്പൊ ഐസ്ബർഗിന്റെ റൂം ലക്ഷ്യമാക്കി ഓടി വരികയാണ്. അതേസമയം ആ വില്ലന്മാര് അവർ ഐസ്ബർഗിനെ കൊന്ന് ഫ്രാങ്കിയുടെ അടുത്തേക്ക് പോകാൻ തയ്യാറാവുമ്പോഴായിരിക്കും പുറകിലെ ഡോറ് അത് ലൂഫിയും മുൻപിലെ ഡോറ് അത് സോറയും തകർത്ത് അവരെല്ലാവരും കറക്റ്റ് ടൈമില് റൂമിലേക്ക് ചാടി വീഴുക. പക്ഷെ വില്ലന്മാർക്കാണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് പുറത്ത് കാണിക്കും. അവിടെ കാറ്റ് ശക്തിയായിട്ട് വീശാണ്. എപ്പോ വേണമെങ്കിലും അക്വാലോക്ക് വരാം. ഇവിടെ നമ്മുടെ ചെക്കന്മാർക്ക് റോബിനെ കണ്ട ആശ്വാസമാവും. പക്ഷേ റോബിന്റെ കൂടെയുള്ളവര് അതാ ഷിപ്പ് റൈറ്റ്സ് അല്ലേ? ഇവരെങ്ങനെ റോബിന്റെ ടീമിൽ ചേർന്ന് ഐസ്ബർഗിനെ അറ്റാക്ക് ചെയ്യാൻ ഇവിടേക്ക് വന്നു? പൗലിക്കാണെങ്കിൽ ആ ഷോക്ക് കണ്ട് എന്താ പറയണ്ടേന്ന് അറിയില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് സിറ്റിയില് കാറ്റ് വൻ ഫോഴ്സില് ആഞ്ഞു വീശുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.